ഗൈസ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പോക്കറ്റ് ഷവർമ. ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് ചിക്കൻ, അതിലേക്ക് ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ക്രഷ്ഡ് പെപ്പർ, മഞ്ഞൾപ്പൊടി ആൻഡ് സ്ക്വീസ് ഓഫ് ലെമൺ. ഇതെല്ലാം കൂടെ നമ്മൾ നല്ല പോലെ അങ്ങോട്ട് ഇട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഉള്ളിലേക്ക് എല്ലാം പോകുന്ന രീതിയിൽ വേണം. ഇനി നമ്മൾ 10 മിനിറ്റ് സൈഡിൽ മാറ്റി വെക്കുക. ഇനി അതിനുശേഷം നമ്മളൊരു പാൻ എടുക്കുക, അതിലേക്ക് ബട്ടർ ആൻഡ് ഓയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം ഇവിടെ നിരത്തി അങ്ങോട്ട് വെക്കുക കേട്ടോ. ഇനി നമുക്കൊരു 3 മിനിറ്റുള്ളിൽ നമ്മൾ മൊത്തത്തിലൊന്ന് ഫ്രൈ ആയിട്ട് നമുക്ക് എടുക്കാം. ഇതിനുശേഷം നമ്മൾ ഇതേ എല്ലാം കൂടെ നമ്മൾ നല്ലപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അത് നമ്മൾ മാറ്റി വെക്കുക. 2 ബ്രെഡ് എടുക്കുക, ഇതുപോലെ ഒരു റോള് വെച്ചിട്ട് നല്ല പോലെ ഇത് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിന്റെ അടപ്പ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ നല്ലപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് റൗണ്ട് ഷേപ്പ് ഇങ്ങനെ കിട്ടും കേട്ടോ. അത് നമ്മൾ ചുറ്റിന് പുറത്തുള്ള പോർഷൻ എല്ലാം കൂടെ നമ്മളൊരു മിക്സിയിലിട്ട് നല്ലപോലെ ഇത് അടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ബ്രെഡ് ക്രംസ് കിട്ടും. അതാണ് നമ്മളിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി നമ്മളൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുക ഒരു ബൗളിലേക്ക്. നല്ലപോലെ വെയിറ്റ് ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് യോഗേർട്ട് അല്ലെങ്കിൽ തൈര് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ ക്രഷ്ഡ് പെപ്പർ അല്ലെങ്കിൽ കുരുമുളക് പൊടി അതായാലും മതി കേട്ടോ. അത് നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ചോപ്ഡ് ഗാർലിക് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് നല്ല പോലെ നമ്മൾ മിക്സ് ചെയ്യുക കേട്ടോ. ഇതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കൻ ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അത് ചെയ്തതിന് കഴിഞ്ഞ ശേഷം നമുക്ക് ആവശ്യത്തിന് ഇഷ്ടമുള്ള സാലഡ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല ഗ്രേറ്റഡ് ക്യാരറ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ ബ്രെഡ് പോർഷൻ എടുക്കുക, അത് നമുക്ക് മുട്ടയിലും ബ്രെഡ് ക്രംസിലും എല്ലാം കൂടെ ചേർത്ത് നല്ല പോലെ അത് അബ്സോർബ് ആയതിനു ശേഷം നല്ല തിളച്ച എണ്ണയിൽ നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇടാം കേട്ടോ. ഒരു ബ്രൗൺ ഗോൾഡൻ കളറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഒരു കത്തി എടുക്കുക, അത് നമുക്ക് ഇതിൻ്റെ നടുവേ വെച്ചിട്ട് ഒന്ന് മുറിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ഇതുപോലെ പോക്കറ്റ്സ് ആയിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുക. ഈ പോക്കറ്റ്സിൻ്റെ ഉള്ളിലേക്കാണ് നമ്മളിത് നമ്മുടെ മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ റെസ്റ്റോറൻറ്റ്സിലെല്ലാം കിട്ടുന്ന ആ പോക്കറ്റ് ഷവർമ നമുക്ക് വീട്ടിൽ വെറും കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഭയങ്കര ടേസ്റ്റിയാണ്, മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.